ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ളൊരു ചിക്കൻ പിസ്സ തയ്യാറാക്കാം. നമ്മുടെ കുഞ്ഞു കുട്ടികൾക്ക് പോലും ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ളൊരു ചിക്കൻ പിസ്സയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി. എങ്ങനെയെന്ന് നോക്കാം. അതിന് മുൻപായിട്ട് ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിത് വീട്ടിലുള്ള കുറച്ച് വെജിറ്റബിൾസ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇത് തയ്യാറാക്കാനായിട്ട് കുറച്ച് ചിക്കൻ, ബോൺലെസ് ചിക്കൻ നമ്മൾ ഉപ്പും മസാലപ്പൊടി ഇട്ട് വേവിച്ചെടുത്തതാണ്. അതൊന്ന് ചെറിയ പീസായിട്ട് പിച്ചി കീറിയിട്ട് കൊടുക്കുക. ശേഷം നമുക്ക് കുറച്ച് ക്യാരറ്റ് വേണം, ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ക്യാപ്സിക്കം എടുക്കുക. ഞാൻ എടുക്കുന്നില്ല കേട്ടോ. പിന്നെ ഇവിടെ കുറച്ച് കോണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊക്കെ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കുക കേട്ടോ. പിന്നെ ഞാനിവിടെ കുറച്ച് കോണും സവാള, പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് തയ്യാറാക്കുന്നത് നമുക്ക് ഇതിന് ബട്ടർ ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ബട്ടറോ നെയ്യോ എന്താണെന്ന് വെച്ചാൽ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ബട്ടറാണ് എടുക്കുന്നത്. ഇനി എന്തിലാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിവിടെ എടുക്കുന്നത് അപ്പത്തിൻ്റെ മാവാണ്. ഇപ്പോൾ നിങ്ങൾക്കിത് കുബൂസിലോ അല്ലെങ്കിൽ വേറെ എന്തിലും മൈദ ഉപയോഗിക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ദോശമാവ് വെച്ചും വേണമെങ്കിൽ നമുക്കിതേ രീതിയിൽ തയ്യാറാക്കാവുന്നതാണ് കേട്ടോ. ഇവിടെ അപ്പത്തിൻ്റെ മാവാണ് എടുത്തിട്ടുള്ളത്. അത് ഒഴിച്ചു കൊടുക്കുക. അതിനകത്തേക്ക് നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് വിതറിയിട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പം ഇതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ എടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾക്ക് ധൈര്യമായിട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഞാനിതിനകത്ത് ഒറിഗാനോയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല കേട്ടോ. ഒറിഗാനോ നിങ്ങൾക്ക് ഹെൽത്തിയായ രീതിയിൽ കൊടുക്കാം. നമ്മുടെ പനിക്കൂർക്കയുടെ ഇല ഉണ്ടല്ലോ, അത് നീര് കളഞ്ഞിട്ട് അതൊന്ന് പാനിലിട്ടൊന്നും ചൂടാക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചിട്ട് കൊടുത്താൽ മതി. നമ്മുടെ ഒറിഗാനോയുടെ അതേ ടേസ്റ്റാണ് കിട്ടുന്നത്. പിന്നെ ലാസ്റ്റായിട്ട് നമ്മളിതിനകത്തേക്ക് കുറച്ച് ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് മൊസറല്ല ചീസ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വലിഞ്ഞു വരുന്ന രീതിയിൽ കിട്ടും. ഇതിപ്പോൾ ഞാൻ അല്ലാത്ത സ്ലൈസ്ഡ് ചീസാണ് എടുക്കുന്നത് കേട്ടോ. പിന്നെ ലാസ്റ്റ് കുറച്ച് സോസും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇത്ര മാത്രം മതി. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പം നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ചിക്കൻ പിസ്സ തയ്യാറായിട്ടുണ്ട്. നമ്മുടെ കൊച്ചു കുട്ടികളെയൊക്കെ പറ്റിക്കാൻ പറ്റുന്നൊരു പരിപാടിയാണ് കേട്ടോ. പിസ്സ ഇഷ്ടമുള്ള കുട്ടികളുണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. മൈദയും ഇതിനകത്ത് യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ മാവുണ്ടെങ്കിൽ കൊച്ചു കുട്ടികൾക്ക് ഇതേപോലെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ ധൈര്യമായിട്ട് കഴിച്ചോളും. കുറച്ച് വെജിറ്റബിൾസും അകത്തേക്ക് ചെല്ലും, ചിക്കനും ഒക്കെ അകത്തേക്ക് ചെല്ലും. അപ്പോൾ എൻ്റെ മോൾക്ക് ഞാൻ ഇതേ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കാറുള്ളതാണ്. അവൾക്ക് വലിയ ഇഷ്ടവുമാണ് ഈ ഒരു രീതിയിൽ തയ്യാറാക്കി കൊടുക്കുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.